നമസ്കാരം. എം വിജിൻ എം എൽ എ SIയും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കലാണല്ലോ ഒരു പുതിയ വിവാദമായി ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ സമര കളക്ടറേറ്റിനകത്തേക്ക് കയറി എത്ര സമരം നടത്താറുണ്ട്? മാധ്യമപ്രവർത്തകരോട് എല്ലാവരും നിൽക്കല്ലേ? SI ആണ്, ഞാൻ ഇവിടെ അതെന്നോട് പേര് വയ്ക്കേണ്ട കാര്യം എന്താ? നിങ്ങളാരും എന്നോട് പേര് വയ്ക്കാൻ? അല്ല, നിങ്ങൾ എന്റെ പേര് വയ്ക്കാൻ ആരാ? നിങ്ങളെ പേര് വയ്ക്കാൻ ആരാ? നിങ്ങൾ എന്റെ പേര് വയ്ക്കാൻ ആരാ? വീട് ഒരാളും പേര് കൊടുക്കണ്ട, കണ്ടല്ല? പേര് പത്രം വായിച്ചെടുക്കാൻ പറ്റിയ കൊടുത്തോണ്ട് പോലീസ് ഡ്യൂട്ടി എടുക്കണ്ടേ? ഒരാൾ നിൽക്കണ്ടേ ഡ്യൂട്ടിക്ക്? എവിടെ പോയി ഡ്യൂട്ടിക്ക്? എന്നിട്ട് ഇവിടെ ഒന്ന് സുരേഷ് ഗോപി സ്റ്റൈലാ ഒരാൾ തറവാട്ട് വെച്ചോ. കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ്. അതിന്റെ വിവരങ്ങളെല്ലാം ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നിരുന്നു. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ടു തരം അഭിപ്രായം ഉണ്ടാക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ യുവജന MLA ആയതുകൊണ്ടാണ് ഈ ഷോ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചത് എന്ത് മോശം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചില തൽപര കക്ഷികളും സെലക്റ്റീവ് കരച്ചിലുകാരുടെയും ചോദ്യം. പ്രശ്നമുണ്ടെന്നേ, ഗുരുതരമായ പ്രശ്നമുണ്ട്. കാര്യം എന്തായിരുന്നു സംഭവം? കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ഇന്നലെ കേരള നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഒരു പ്രതിഷേധ സമരം നടത്തിയത്. ആ പ്രതിഷേധ സമരം, അതും സ്ത്രീകൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു സമരം, അക്രമ സമരമല്ല. സ്വാഭാവികമായിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ ക്ഷേമ പെൻഷനും അവരുടെ ക്ഷാമബത്തയുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കളക്ടറേറ്റിലേക്ക് ആ സമരം നടത്തുന്നുണ്ടെന്ന് പോലീസിനെ അറിയിച്ചിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചിരുന്നു. അതിനുശേഷം നടന്ന പ്രതിഷേധ സമരം, ആ പ്രതിഷേധ സമരം കടന്നു വരുന്ന സന്ദർഭത്തിലാണ് കണ്ണൂർ കളക്ടറേറ്റിന്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതിന്റെ മുന്നിൽ സുരക്ഷാ ജീവനക്കാർ ആരും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ മുദ്രാവാക്യം വിളിച്ചു വന്നു, ഗേറ്റിന്റെ കവാടത്തിനകത്ത് പ്രവേശിച്ച് നിന്നു, ഒരക്രമവും കാട്ടിയില്ല. അതിനുശേഷമാണ് ഈ പ്രതിഷേധ സമരത്തെ ഉദ്ഘാടനം ചെയ്യാനായി കല്യാശ്ശേരി MLA ആയിട്ടുള്ള എം വിജിൻ അവിടെ വരുന്നത്. ആ എം വിജിനോടാണ് കണ്ണൂർ ടൗൺ പോലീസ് SIയുടെ സുരേഷ് ഗോപി സ്റ്റൈൽ അഥവാ ഭരത് ഗോപി അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു സ്റ്റൈലിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായത്. ഈ നാട്ടിൽ ജനപ്രതിനിധികൾക്ക് തന്നെയാണ് മുൻഗണന, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് MLA ആയിട്ടുള്ളവർ, അതായത് അവർക്ക് പ്രോട്ടോകോൾ ഉണ്ട്. SI അവരെ ചോദ്യം ചെയ്യാനായിട്ട് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് പറ്റില്ല തന്നെ. ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ. പക്ഷെ ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് എം വിജിൻ എന്ന MLA ഒരു പോലീസുകാരി പോയി ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്? ഒരു ജനപ്രതിനിധിയെ അവഹേളിക്കുന്നതിന് തുല്യമല്ല. കാര്യം ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി ചോദിച്ചാൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല, അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യവുമില്ല. ഈ നാട്ടിലെ എല്ലാ MLA-മാരെയും എല്ലാ സാധാരണക്കാരും അറിഞ്ഞിരിക്കണമെന്നില്ല. 140 MLA-മാരുണ്ട്. പക്ഷെ കണ്ണൂർ പോലൊരു ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവിടുത്തെ MLA-മാരെ സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാമാന്യമായ ബോധം വേണം, കൂടിയേ തീരൂ. കാര്യം ഇവർക്കുൾപ്പെടെ സുരക്ഷ കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ്, ഇവർക്കുൾപ്പെടെ സല്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്, ഇവർക്ക് സുരക്ഷ ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പലപ്പോഴും ഇവർ കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ പറയുന്ന MLA-മാർക്കുൾപ്പെടെ സംരക്ഷണം ഒഴുക്കാനും ഇവർ ചുമതലപ്പെട്ടവരാണ്. ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൊടുക്കേണ്ട പ്രോട്ടോകോൾ സുരക്ഷയുണ്ട്, അത് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ് MLA എന്ന് അറിഞ്ഞുകൂടെങ്കിൽ എങ്ങനെ ഈ ജോലിക്ക് കയറി എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി ഉയർത്തേണ്ടതുണ്ട്. കാര്യം ഒരു പ്രദേശത്ത് ജോലി ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് MLA-മാർ ആരൊക്കെയാണ്? ഈ നാട്ടിൽ 140 വരെ പഠിക്കണ്ട. നിങ്ങൾ ജോലി ചെയ്യുന്ന മണ്ഡലം, കണ്ണൂർ ജില്ലയിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA-മാർ ആരൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രാഥമികമായ ഉത്തരവാദിത്തം തന്നെയാണ്. നിങ്ങൾ ഇനി എത്ര നിഷേധിച്ചാലും. പിന്നെ ചില സെലക്റ്റീവ് കരച്ചിലുകാർ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഇതിനെ ഒന്ന് കത്തിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിജിൻ MLA പേര് ചോദിക്കുക. അതൊരു പബ്ലിക്കിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് SI ആദ്യം പിടിച്ചു വാങ്ങുന്നു, അതിനുശേഷം അദ്ദേഹത്തിന്റെ പേര് ചോദിക്കുന്നു. അവഹേളനത്തിന്റെ ഏറ്റവും മൂർധിമത്തിൽ എത്തിയതിനു ശേഷം പ്രതികരിച്ചെന്നേ, സ്വാഭാവികമായി പ്രതികരിക്കുമെന്നേ. അങ്ങനെ തലേക്കേറിയിരുന്ന് നിരങ്ങിയിട്ട് പോകാൻ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുമതി കിട്ടിയിട്ടില്ല തന്നെ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് തന്നെയാണ് ഇവിടെ മുൻഗണന. അവരുടെ താഴെ തന്നെയാണ് ബ്യൂറോക്രസിയിലെ ഉദ്യോഗസ്ഥർ വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് വിജിൻ അവിടെ പൊട്ടിത്തെറിക്കേണ്ടി വന്നത് SIയുടെ ആ ഷോ കൊണ്ടാണ്, അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച. കാര്യം ഈ കളക്ടറേറ്റിനകത്ത് ഈ പ്രതിഷേധ ജാഥ പ്രവേശിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. എന്തുകൊണ്ട് പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുരക്ഷ ഒരുക്കാതിരുന്നു, അകത്ത് കടന്നു, അക്രമം നടന്നിട്ടില്ല. അവർ അവിടെ സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തുമ്പോൾ പുറത്തു നിന്ന് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത്
മൈക്ക് പിടിച്ചു പറിക്കുക, MLA പരസ്യമായി അവഹേളിക്കാൻ ശ്രമിക്കുക, അതിന് മുതിർന്ന ഒരു SI ഉണ്ടെങ്കിൽ അയാൾ ഈ പണിക്ക് യോഗ്യനല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. കാര്യം ഈ വിജിൻ MLA കുറിച്ച് എല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും DYFI എന്ന യുവജന സംഘടനയിലൂടെയും എല്ലാം മുഖ്യധാരയിലേക്ക് വന്ന് ജനപ്രതിനിധിയായ വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഈ ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊന്നും അക്രമാസക്തമായി കണ്ട ഒരു സംഭവവികാസവുമില്ല, അനാവശ്യമായി പൊട്ടിത്തെറിക്കുന്ന സന്ദർഭവുമില്ല. പക്ഷെ ഒരു MLA ഒക്കെ പബ്ലിക്കിന്റെ മുന്നിൽ അവഹേളിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ട് ഒരു മര്യാദ പുലർത്തേണ്ടതുണ്ട്. അത് ഏത് സ്റ്റാർ വെച്ച ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി, അവർക്ക് അവരുടെ താഴെ തന്നെയാണ് സീറ്റ്, അല്ലെങ്കിൽ അവരുടെ താഴെ തന്നെയാണ് ഇവർ നിൽക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ നടന്നിട്ടുള്ള എന്തെങ്കിലും മോശം പ്രവർത്തനമോ അക്രമത്തിനോ ഇദ്ദേഹം നേതൃത്വം കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതിലൊന്നും ഇടപെടാതെ ക്ഷണിച്ചെടുത്ത് വന്ന് ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. മൈക്ക് പിടിച്ചു വാങ്ങിക്കാനും പേര് ചോദിക്കുകയാണ്. പേര് പറഞ്ഞ് എഴുതിയെടുക്കട്ടെ. എന്തൊരു നാണം കെട്ട ഇടപാടാണ്. ആ കാണിച്ചത് പക്കാ മര്യാദകേട് തന്നെയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ലോ ആൻഡ് ഓർഡർ സ്റ്റേഷനിൽ ഇരിക്കാൻ യാതൊരു അർഹതയുമില്ല. കാര്യം ജനപ്രതിനിധികളുടെ തലയുടെ മോളിൽ കയറി അങ്ങ് ഷോ കാണിച്ചിട്ട് പേരെടുക്കാമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനപ്രതിനിധികളുടെ താഴെ നിന്നിട്ടുള്ള ഈ ഷോ ഓഫ് ഒക്കെ മതി. കാര്യം ജനപ്രതിനിധികളടുത്താണ് ആവലാതിക്കാർ ഓടി വരാറുള്ളത്, അല്ലാതെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലല്ല. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സന്ദർഭങ്ങളിലെല്ലാം അവരോട് കാട്ടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പല തരത്തിലുള്ള പരാതികൾ പോലും പുറത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്ന വ്യക്തിയെ പരസ്യമായി അവഹേളിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നടപടി കൂടിയേ തീരൂ. ഇത്തരം ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് സർവീസിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കീ പോസ്റ്റുകളിൽ ഇരിക്കാൻ യാതൊരു അർഹതയുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിൻ എന്ന MLA ആ സന്ദർഭത്തിൽ അങ്ങനെ പ്രതികരിച്ചത് അദ്ദേഹത്തിനുണ്ടായ അവഹേളനത്തെ തുടർന്നാണ്, അപമാനത്തെ തുടർന്നാണ്. ഒരു തർക്കവുമില്ല. ഒരു ജനപ്രതിനിധിയോടും ഇങ്ങനെ പരസ്യമായിട്ട് ഉദ്യോഗസ്ഥർ പേരെന്താണ്, നിങ്ങളടുത്ത് അങ്ങനെ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ വച്ച് പൊറപ്പിക്കാതെ ഉദ്യോഗസ്ഥരെയൊക്കെ അപ്പൊ തന്നെ സീറ്റ് തെറിപ്പിച്ച് ചട്ടിക്കകത്താക്കേണ്ടതുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സിനിമാ സ്റ്റൈൽ നടന്മാരെ, അല്ലെങ്കിൽ സിനിമാ സ്റ്റൈൽ ഉദ്യോഗസ്ഥരെ എല്ലാം മര്യാദ പഠിപ്പിച്ച് തന്നെയാണ് ഈ ഫോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാര്യം ഒരു കാലത്ത് ഈ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾക്കെല്ലാം ദുരിതം അനുഭവിച്ചത് ഇവിടുത്തെ ജനം കൂടിയാണ്. ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഈ ഷോ ഓഫിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ 4-5 കയ്യടി കിട്ടുമെന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ തോന്നലെങ്കിൽ, അല്ലെങ്കിൽ പ്രതീക്ഷയെങ്കിൽ, അതിനെ അങ്ങ് അരിയിട്ട് വാഴിച്ചാൽ വരും കാലങ്ങളിൽ ഇത് മറ്റു ചിലർക്ക് പ്രചോദനമാകും. അതുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വിജിനോട് നടത്തിയ ഈ അപമര്യാദയ്ക്ക് ഉണ്ടാകണം, യാതൊരു സംശയവുമില്ല. ചില കുഴലൂത്തുകാരുടെയൊക്കെ കൂകി വിളിക്കൽ ഉണ്ടാകാം, നടന്നോട്ടെ, ഒരു കാര്യമില്ല, അതൊക്കെ അങ്ങ് തിളച്ചു മറിഞ്ഞങ്ങ് അവസാനിച്ചോളും. അതിനപ്പുറം ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണ്, മര്യാദകേടിന്റെ പരമകോടിയാണ്. അതുകൊണ്ട് നടപടി കൂടിയേ തീരൂ. വിജിന്റെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.